എന്താണ് ഇൻറ്റ്യൂഷൻ? എന്താണ് ടെലികൈനസിസ്? സിക്സ്ത് സെൻസ് എന്ന ഒന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് വസ്തുക്കളെ മൂവ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ കണ്ണ് കെട്ടിയതിന് ശേഷം മറ്റൊരാൾ നിങ്ങളുടെ മുൻപിൽ ഒരു പേപ്പറിൽ എഴുതുന്നതും വരയ്ക്കുന്നതും നിങ്ങൾക്ക് വായിക്കുവാനും കാണുവാനും പറ്റുമോ? നിങ്ങൾക്ക് മറ്റൊരാളുടെ മനസ്സ് വായിക്കുവാൻ പറ്റുമോ? നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും ഭാവിയിലെ ചില കാര്യങ്ങൾ പ്രവചിക്കാൻ കഴിയാറുണ്ടോ? പറ്റും, അഥവാ സാധിക്കും. ഇങ്ങനെ പറയുവാനും വിശ്വസിക്കുവാനും കാരണങ്ങളുണ്ട്. ഞാൻ പറയുന്നത് മെൻ്റലിസത്തെക്കുറിച്ചോ മാജിക്കിനെ കുറിച്ചോ അല്ല. ഈ അടുത്ത ഇടയ്ക്കാണ് യൂട്യൂബിൽ സംതിങ് ബിഗർ എന്നു പേരായ ഒരു ചാനലിൽ നിത്യ പട്ടേൽ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ ചാനലിൻ്റെ ഉടമ റോഡ്രിഗോ കനീലസ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് കണ്ടത്. ആ ഇൻ്റർവ്യൂവിൽ നിത്യ പട്ടേൽ എന്നു പേരുള്ള ആ പെൺകുട്ടി ടെലികൈനസിസിലൂടെ ഓബ്ജക്റ്റുകൾ മൂവ് ചെയ്യുന്നതും സ്വന്തം കണ്ണുകെട്ടി റോഡ്രിഗോ എഴുതുന്നതും മറ്റും എഴുതുന്നതിനൊപ്പം തന്നെ തിരിച്ചെഴുതുന്നതും മറ്റും കണ്ടപ്പോഴാണ് ഒരു കൗതുകത്തിൽ ആരംഭിച്ച അന്വേഷണം ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് കടന്നുള്ള ഒരു അന്വേഷണത്തിലേക്ക് എത്തിച്ചേർന്നത്. മറ്റൊരു വീഡിയോയിൽ ഭവാനി എന്നു പേരായ വേറൊരു പെൺകുട്ടി ഇൻറ്റ്യൂഷനെക്കുറിച്ചുള്ള അവളുടെ അനുഭവങ്ങൾ പറയുന്നതും കാണാതായ അനവധി പേരെ കണ്ടുപിടിക്കുവാൻ അവൾക്ക് എങ്ങനെ സാധിച്ചു എന്ന് പറയുന്നതും കേൾക്കുകയുണ്ടായത്. അതിശയകരമായ ഒരു അനുഭവമാണ് അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും. ഇൻറ്റ്യൂഷൻ, ടെലികൈനസിസ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ യഥാർത്ഥമാണോ? അത് പരിശീലനം കൊണ്ട് പഠിക്കാൻ പറ്റുമോ? ഒരു അന്വേഷണമാണ് ഈ വീഡിയോ. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഇൻറ്റ്യൂഷൻ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അന്തർജ്ഞാനമെന്നോ അവബോധമെന്നോ സഹജാവബോധമെന്നോ ഒക്കെ പറയാം. എന്നാൽ യഥാർത്ഥത്തിൽ അതെന്താണ്? എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർക്കെങ്കിലും ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഇൻറ്റ്യൂഷൻ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുന്ന ആ നിമിഷം തന്നെ നമുക്ക് ഒരു ഗട്ട് ഫീലിംഗ് തോന്നുന്നു. എടുത്ത തീരുമാനമായിരുന്നോ ശരി, അതോ മറ്റൊന്നായിരുന്നോ? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ വെച്ച് നിങ്ങൾക്ക് ഒരു സെൻസ് ഓഫ് ഡേഞ്ചർ തോന്നുന്നു. പെട്ടെന്ന് തന്നെ അവിടം വിട്ടു പോകൂ എന്ന് ആരോ പറയുന്നത് പോലെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതും ഒരു ഇൻറ്റ്യൂഷനാണ്. നിങ്ങളുടെ മൊബൈൽ ബെൽ അടിക്കുന്നു. ഫോണിൽ നോക്കുന്നതിന് മുൻപ് തന്നെ ആരാണ് നിങ്ങളെ വിളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയുവാൻ പറ്റാറുണ്ടോ? ഉണ്ടെങ്കിൽ അതും ഇൻറ്റ്യൂഷനാണ്. ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ആരോ നിങ്ങളെ വാച്ച് ചെയ്യുന്നു എന്ന് നിങ്ങൾ അവരെ കാണുന്നില്ല എങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ തോന്നാറുണ്ടോ? സംശയിക്കേണ്ട, ആരോ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. അതും ഒരു തരം ഇൻറ്റ്യൂഷൻ തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഒരു സമസ്യയ്ക്കുള്ള ഉത്തരം ഒരു ഫ്ലാഷ് ഓഫ് ഇൻസൈറ്റ് പോലെ എങ്ങ് നിന്നെന്ന് പോലും അറിയാതെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതേപോലെ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഒരാളോട് കണ്ട മാത്രയിൽ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് സെൻസ് ഓഫ് കണക്ഷൻ അല്ലെങ്കിൽ പരിചിതത്വം തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇൻറ്റ്യൂഷൻ തന്നെയാണ്. ഇനി നമ്മുടെ ഈ വിഷയത്തിലേക്ക് വന്നാൽ, നിത്യ പട്ടേൽ എന്ന കുട്ടി റോഡ്രിഗോയുടെ കൺമുന്നിൽ വെച്ചാണ് കഷണങ്ങളാക്കിയിട്ടിരിക്കുന്ന പേപ്പർ സ്ട്രോസ് മൂവ് ചെയ്യിക്കുന്നത്. നിത്യ കുറച്ചു നേരം ആ വസ്തുക്കളെ കണ്ണുകൾ പൂട്ടിക്കൊണ്ട് നോക്കിയിരിക്കുന്നു. പതിയെ ആ വസ്തുക്കൾ ചിലത് തനിയെ ചലിക്കാൻ ആരംഭിക്കുന്നു. ഇത് കണ്ട് റോഡ്രിഗോ അന്ധാളിച്ചു പോകുന്നു. എങ്ങനെയാണ് ഇത് നിത്യയ്ക്ക് സാധിക്കുന്നത് എന്ന് റോഡ്രിഗോ ചോദിക്കുന്നുണ്ട്. അവൾ അതിന് പറയുന്ന ഉത്തരം പവർ ഓഫ് ഇൻറ്റ്യൂഷൻ എന്നാണ്. ആദ്യം അവൾ പേപ്പർ സ്ട്രോസുമായി കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്താൽ അവരെ ഫ്രണ്ട്സ് ആക്കുന്നു. പിന്നീട് അവരോട് സംസാരിക്കുന്നു. പിന്നെ അവരോട് ചലിക്കുവാൻ പറയുന്നു. അപ്പോഴാണ് പേപ്പർ സ്ട്രോസ് ചലിക്കുന്നത്. പിന്നീട് നിത്യയുടെ കണ്ണുകെട്ടി റോഡ്രിഗോ അയാളുടെ തന്നെ ഒരു ചിത്രം മൊബൈലിൽ കാണിക്കുന്നു. കൂടെ 170K എന്ന് എഴുതിയിട്ടുമുണ്ട്. ആ മൊബൈൽ നിത്യയുടെ കയ്യിൽ കൊടുക്കുന്ന നിമിഷം തന്നെ നിത്യ അത് റോഡ്രിഗോയുടെ ചിത്രമാണെന്നും അതിൽ 170K എന്ന് എഴുതിയിട്ടുണ്ട് എന്നും റോഡ്രിഗോയുടെ എക്സൈറ്റഡ് ആയ മുഖമാണ് ആ ചിത്രത്തിലുള്ളത് എന്നും 170K എന്നത് ബ്ലാക്ക് കളറിലാണെന്നും റോഡ്രിഗോ വെള്ള ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് എന്നെല്ലാം നിത്യ റോഡ്രിഗോയോട് പറയുന്നു. പിന്നെ റോഡ്രിഗോ അയാളുടെ യൂട്യൂബ് ചാനൽ മൊബൈലിൽ എടുത്ത് കാണിക്കുന്നു. നിത്യ അതും എല്ലാ ഡീറ്റെയിൽസ് സഹിതം പറയുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് റോഡ്രിഗോ ചോദിക്കുമ്പോൾ നിത്യ പറയുന്നത്, കാണിക്കുന്ന ചിത്രങ്ങൾ അവളുടെ 2 പുരികങ്ങൾക്കും നടുവിൽ ആജ്ഞാചക്രത്തിൽ ഒരു ഫ്ലാഷ് പോലെ വന്നു പോകുന്നു എന്നാണ്. വരുന്നു, പിന്നെ അതേപോലെ അദൃശ്യമാകുന്നു. സാധാരണ കണ്ണുകൾ കൊണ്ട് കാണുന്നതും കണ്ണുകൾ കെട്ടിയതിന് ശേഷം കാണുന്നതും തമ്മിൽ
വലിയ വ്യത്യാസമുണ്ട് എന്നാണ് നിത്യ പറഞ്ഞത്. കണ്ണുകൾ കെട്ടിയതിന് ശേഷം അവൾ കാണുന്നത് സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ ക്ലാരിറ്റിയോടും കൂടുതൽ ഡീറ്റെയിലോടും കൂടിയാണ്. പിന്നീട് നിത്യയുടെ കണ്ണുകൾ കെട്ടി റോഡ്രിഗോ ഒരു ബുക്കിൽ വരയ്ക്കുന്നതും എഴുതുന്നതും ഒപ്പം തന്നെ നിത്യ അത് എല്ലാം എഴുതുന്നുമുണ്ട്. ഇനി പറയുവാൻ പോകുന്നത് മറ്റൊരു കുട്ടിയുടെ കഥയാണ്. കഥയല്ല, പക്ഷെ സത്യം. ഭവാനി എന്നാണ് ഈ കുട്ടിയുടെ പേര്. 15-16 വയസ്സാണ് ഭവാനിയുടെ പ്രായം. ഭവാനിയുടെ പ്രത്യേകത, ഭവാനിക്ക് മനസ്സുകൾ വായിക്കുവാൻ പറ്റും. ഭവാനിക്ക് ഭാവി പ്രവചിക്കുവാൻ പറ്റും. ഭവാനിക്ക് കാണാതായ ആളുകളെ കണ്ടെത്തുവാനും കഴിയും. ഒരാളെ കാണുന്ന മാത്രയിൽ തന്നെ അയാളുടെ ചിന്തകൾ പിടിച്ചെടുക്കുവാനും ആ ആൾ നമുക്ക് ഇടപെടുവാൻ പറ്റുന്ന ആളാണോ അല്ലയോ എന്നൊക്കെ ഭവാനിക്ക് പറയുവാൻ കഴിയും. ഒരിക്കൽ ഭവാനിക്ക് 6 വയസ്സുള്ളപ്പോൾ ഭവാനിയോട് ശ്രേയ ചുക എന്നു പേരുള്ള ഒരാൾ ഒരു ബുക്കും പേനയും എടുത്ത് ചൈനീസ് ഭാഷയിൽ എഴുതുവാൻ ആവശ്യപ്പെടുന്നു. ഭവാനി ശ്രേയയോട് പറയുന്നു, ശ്രേയ ദീദി, ഐ ഡോണ്ട് നോ ചൈനീസ് എന്ന്. ശ്രേയ വീട്ടിലെത്തുമ്പോൾ ഭവാനി കുത്തി കുറിച്ചു വെച്ചത് എന്തൊക്കെയോ ഭവാനിയുടെ അമ്മ ശ്രേയയ്ക്ക് അയച്ചു കൊടുക്കുന്നു. അത് ചൈനീസ് ഭാഷയിൽ എഴുതിയതായിരുന്നു. അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഇലക്ട്രിസിറ്റി, ഷോർട്ട് സർക്യൂട്ട് ഇതൊക്കെ ആയിരുന്നു എഴുതിയിരുന്നത്. ശ്രേയ ഭവാനിയുടെ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം അവിടുത്തെ ലിഫ്റ്റിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുകയും ലിഫ്റ്റ് ക്രാഷ് ആകുകയും തീപിടുത്തമുണ്ടാകുകയും ചെയ്തു. ഇതെല്ലാം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ഭവാനി ഈ കാര്യങ്ങളെല്ലാം ചൈനീസ് ഭാഷയിൽ, അതും അറിയാത്ത ഭാഷയിൽ എഴുതിയിരുന്നു. Can you speak about this touch sensing that you've been doing through intuition? The person touches the object and they touch my hand. I still get a picture of what they have touched. So has this helped you also in your exams the same way? During the paper, if I don't get the answer to a question, then I just close my eyes and I can see the exact page of the textbook in my mind. Terrible earthquake that once happened in Bangladesh and you saved your parents off the lift. We're visiting a friend of his and they live in the 16th floor. We enter the lift. The moment we enter the lift, I tell my parents, Amma, we have to get out of the lift. Immediately I pulled my mother out. The next second the lift crashed and we look out the window, it was a huge earthquake. You know, by giving your child the opportunity to attend intuition process is like, you know, you're giving your child the GPS to their life. There was this one person, she called from Canada or US, one of the places, and she called. So her family member, who is here in Bangalore, Karnataka, had gone missing, and he's an old man, old-aged person, and I think he has dementia or something like that. He has dementia and he walked off from home in the middle of the night. And the family, they are there in Canada and they have called from there saying that, okay, this person he left home midnight, we don't know where he is. And they just sent a CCTV footage where he is wearing a blue shirt and brown pants. Oh. And that was all the details they gave me. Then they just told, okay, this was the time and this is where our house is located. Then I took to my intuition and then I got that, okay, this is the place he's in. He walked, he reached this restaurant and he had breakfast there and this is what he ate. I gave the menu, exactly what he ordered. Wow. ഒരു സ്ത്രീ കാനഡയിൽ നിന്നും ഭവാനിയെ വിളിക്കുന്നു. ബാംഗ്ലൂർ താമസിക്കുന്ന അവരുടെ ഒരു കുടുംബാംഗത്തെ കാണാതെയാകുന്നു. പ്രായമായ മനുഷ്യനാണ്, ഡിമെൻഷ്യയോ മറ്റോ ഉള്ള ഒരാളാണ്. രാത്രിയിൽ എപ്പോഴും അയാൾ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു. ഭവാനി സ്വന്തം ഇൻഡ്യൂഷൻ പ്രോസസ്സിലൂടെ അയാൾ പോയ വഴിയെ തിരയുന്നു. പോകുമ്പോൾ ഒരു ബ്ലൂ ഷർട്ടും ബ്രൗൺ പാൻസുമായിരുന്നു അയാൾ ധരിച്ചിരുന്നത്. അയാൾ ആദ്യം ഒരു റെസ്റ്റോറൻറ്റിൽ കയറുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഭവാനി അത് കണ്ടെത്തുന്നു. അയാൾ എന്താണ് കഴിച്ചത് എന്ന് വരെ കൃത്യമായി ഭവാനിക്ക് പറയുവാൻ കഴിയുന്നു. അയാളുടെ ഫാമിലി ബാംഗ്ലൂരിൽ നിന്നും ആ റെസ്റ്റോറൻറ്റിൽ എത്തുന്നു. പക്ഷേ അപ്പോഴേക്കും അയാൾ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. പക്ഷേ റെസ്റ്റോറൻറ്റിലെ ക്യാഷ്യർ അങ്ങനെ ഒരാൾ അവിടെ വന്നിരുന്നു എന്നും അയാൾ ഭക്ഷണം കഴിച്ചിട്ട് പോയി എന്നും അവരോട് പറയുന്നു. ഭവാനി പറഞ്ഞ അതേ ഭക്ഷണം തന്നെയായിരുന്നു അയാൾ കഴിച്ചത്. അവരുടെ അന്വേഷണവും ഭവാനിയുടെ അന്വേഷണവും നടക്കുമ്പോൾ പിറ്റേന്ന് വീട്ടുകാർ ഭവാനിയെ വിളിക്കുന്നു. അപ്പോൾ ഭവാനി നോക്കുമ്പോൾ അയാൾ ഒരു പാർക്കിലാണ്. ചുറ്റും നല്ല പച്ചപ്പ് കാണാം. ഇപ്പോൾ അയാൾ ഒരു പാത്വേയിലാണ്. ഇപ്പോൾ അയാൾ ഒരു വൈറ്റ് ഷർട്ടും ബ്ലൂ പാൻസുമായിരുന്നു ധരിച്ചിരുന്നത്. ഭവാനിക്ക് ഇതെല്ലാം ഭവാനിയുടെ മനക്കണ്ണിൽ തന്നെ കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇതിനോടകം അയാളുടെ കുടുംബം അയാളെ തെരഞ്ഞ് സോഷ്യൽ മീഡിയയിലും ഒപ്പം പോസ്റ്ററുകളും അടിച്ച് പലയിടത്തും പതിച്ചിട്ടുണ്ടായിരുന്നു. പോസ്റ്ററുകൾ കണ്ട ഒരു ക്യാബ് ഡ്രൈവർ അയാളെ തിരിച്ചറിഞ്ഞു, വീട്ടുകാരെ അറിയിക്കുന്നു. അവർ അയാളെ കാണുന്ന സമയത്ത് ഭവാനി പറഞ്ഞതുപോലെ അയാൾ വൈറ്റ് ഷർട്ടും ബ്ലൂ പാൻറ്റുമായിരുന്നു ധരിച്ചിരുന്നത്. തലേന്ന് തന്നെ അയാൾക്ക് താമസിക്കാൻ ഒരിടവും മാറുവാനൊരു
വൈറ്റ് ഷർട്ടും ബ്ലൂ പാൻറ്റും ആരോ കൊടുത്തിരുന്നു. ടച്ച് സെൻസ് പോലെയുള്ള കഴിവുകളും ഭവാനിക്കുണ്ട്. ഒരു പുസ്തകത്തിൽ തൊട്ടാൽ ആ പുസ്തകത്തിലെ ഉള്ളടക്കം ഭവാനിക്ക് അറിയുവാൻ പറ്റും. മറ്റൊരാൾ തൊട്ട പുസ്തകത്തിൻ്റെ ഉള്ളടക്കവും അയാളുടെ കയ്യിൽ തൊട്ടാൽ ഭവാനിക്ക് പറയുവാൻ കഴിയും. ഡോക്ടർ ഫലക് ഒരു ആയുർവേദ ഡോക്ടറാണ്. ഫലക്കിന് നിങ്ങളുടെ ആരോഗ്യം പ്രെഡിക്റ്റ് ചെയ്യുവാൻ കഴിയും, മനസ്സ് വായിക്കുവാൻ കഴിയും. ഇൻഡ്യൂഷനിലൂടെ ഫലക്കിന് ഒരു രോഗിയെ ഡയഗ്നോസ് ചെയ്യാൻ കഴിയും. ആ അസുഖത്തിൻ്റെ മൂല കാരണം കണ്ടെത്തുവാനും ഡോക്ടർ ഫലക്കിന് സാധിക്കുന്നു. ഇപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ടാകും, ഇങ്ങനെയാണെങ്കിൽ വിഷ്വലി ഇമ്പേർഡായ കുട്ടികൾക്ക് ഇൻഡ്യൂഷൻ പ്രോസസ്സ് ചെയ്താൽ അത് അവരുടെ ഭാവി ജീവിതത്തിന് നല്ലതാകില്ലേ എന്ന്. തീർച്ചയായും കാഴ്ചശക്തി ഇല്ലാത്ത കുട്ടികൾക്കും പാതിയോളം കാഴ്ചശക്തി ഉള്ള കുട്ടികൾക്കും ഈ ഇൻഡ്യൂഷൻ പ്രോസസ്സ് നടത്തിയപ്പോൾ വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഒരിക്കലും കാണാത്ത സംഗതികൾ അവർക്ക് കാണുവാൻ കഴിയുന്നു. കാഴ്ചയുള്ളവരെക്കാൾ നന്നായി പെർഫോം ചെയ്യുവാൻ കഴിയുന്നു. അവരുടെ കോൺഫിഡൻസ് ലെവൽ ഉയരുന്നു. ഈ വീഡിയോ കാണുന്ന വിഷ്വലി ഇമ്പേർഡായ കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ഈ വഴി പരീക്ഷിക്കാവുന്നതാണ്. കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്നത് പോലെ അല്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ അത് എന്തെങ്കിലും ഒക്കെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് ആശാവഹമായ ഒരു സംഗതി തന്നെയല്ലേ. ഇതേപോലെ തന്നെയാണ് സംസാരിക്കാനാകാത്ത കുട്ടികൾക്കും കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്കും ഈ പ്രോസസ്സ് നടത്തിയപ്പോൾ ലഭിച്ച റിസൾട്ട്. അവരുടെയും ബൗദ്ധിക തലത്തിലുണ്ടായ ഉയർച്ചയും അവരുടെ പെർസെപ്ഷനിലുണ്ടായ മാറ്റങ്ങളും യഥാർത്ഥത്തിൽ ഈ ഇൻഡ്യൂഷൻ പ്രോസസ്സ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ മാറ്റങ്ങളാണ് അവരിൽ കൊണ്ടുവരുന്നത്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഉള്ള കുട്ടികൾക്ക്, ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ഈ ഒരു ഇൻഡ്യൂഷൻ പ്രോസസ്സ് വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നു എന്നാണ് ഇങ്ങനെയുള്ള കുട്ടികൾ തന്നെ പറയുന്നത്. ഐ കോണ്ടാക്റ്റ് സ്ഥാപിക്കുവാനും മനസ്സിനെ ചാഞ്ചല്യമില്ലാതെ ഒരിടത്ത് ഉറപ്പിച്ചു നിർത്തുവാനും പുഞ്ചിരിക്കുവാനും 2 മണിക്കൂറൊക്കെ ബ്രേക്ക് ഇല്ലാതെ പഠിക്കുവാനുമൊക്കെ കഴിയുന്നു എന്നൊക്കെ ആ കുട്ടികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഉദാഹരണങ്ങൾ നിരത്തുവാനാണെങ്കിൽ അനവധിയുണ്ട്, ഒട്ടേറെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യം, ഇതെന്തെങ്കിലും മിസ്റ്റീരിയസ് ആയ ഒരു സംഗതിയാണോ? ഈ പറഞ്ഞതെല്ലാം കള്ളക്കഥകളാണോ? യൂട്യൂബിൽ തന്നെ ഇങ്ങനെയുള്ള ഒട്ടനവധി കുട്ടികളെ കാണുവാനും കഴിയും. അതെല്ലാം സ്റ്റേജ്ഡ് ആണോ? അങ്ങനെ കരുതുന്നവരും അങ്ങനെ വിശ്വസിക്കുന്നവരും വളരെയേറെയുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് കുറേ അധികം കുട്ടികൾ ഈ ഒരു സിദ്ധി ആർജിച്ചിരിക്കുന്നു എന്നതാണ്. ഇതിനെ സിദ്ധി എന്ന് പറയുവാൻ കഴിയുമോ? എനിക്കറിയില്ല. എന്നാൽ സിദ്ധി അല്ലെങ്കിൽ മറ്റൊന്ന്, ഇതെങ്ങനെ ഈ കുട്ടികൾക്ക് സാധിക്കുന്നു? അത് പറയുന്നതിന് മുൻപ് എന്താണ് ഇൻഡ്യൂഷൻ എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇൻഡ്യൂഷൻ കൊണ്ട് ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ്? ഇൻഡ്യൂഷൻ നമുക്ക് പ്രാക്ടീസ് കൊണ്ട് പഠിച്ച് എടുക്കുവാൻ കഴിയുമോ? തീർച്ചയായും പ്രാക്ടീസ് കൊണ്ട് പഠിച്ചെടുക്കുവാൻ കഴിയും. കുട്ടികൾക്ക് പ്രത്യേകിച്ചും എളുപ്പത്തിൽ അത് സാധിക്കും. കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഇൻഡ്യൂഷൻ പ്രോസസ്സിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ അത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ പോകുന്ന നേട്ടങ്ങൾ ചെറുതൊന്നും ആയിരിക്കില്ല. ഗുരു ശ്രീ രവിശങ്കറിൻ്റെ ആർട്ട് ഓഫ് ലിവിങ് കുട്ടികൾക്കായി ഇൻഡ്യൂഷൻ പ്രോസസ്സിൻ്റെ ഒരു പ്രോഗ്രാം തന്നെ നടത്തുന്നുണ്ട്. ഇതൊരു കണ്ടിന്യൂയിങ് പ്രോഗ്രാമാണ്. ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല. ഞാൻ ഒരു വിധത്തിലും ആർട്ട് ഓഫ് ലിവിങ് പ്രോഗ്രാമുമായി കണക്റ്റഡും അല്ല. നമ്മുടെ ഇൻഡ്യൂഷൻ സ്ട്രോങ് ആണെങ്കിൽ അതൊരാൾക്ക് വളരെ ഫാസ്റ്റായി തീരുമാനമെടുക്കുവാനുള്ള കപ്പാസിറ്റി കൂടുന്നു. ഒരു കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കണം, ഇപ്പോൾ വേണോ, ഇന്ന് വേണോ, നാളെ വേണോ, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടാകില്ല. പെട്ടെന്ന് തീരുമാനമെടുക്കുന്നു, അതും വ്യക്തമായ ക്ലാരിറ്റിയോടെ. മറ്റൊന്ന്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അത് വളരെയധികം കൂടുന്നു. നമ്മുടെ ചിന്തകൾ ക്ലിയർ ആകുന്നു. അതോടെ കമ്മ്യൂണിക്കേഷനും ക്ലിയർ ആകുന്നു. നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് പെട്ടെന്നാകുന്നു, അതും ക്ലാരിറ്റിയോടെ ക്ലിയറായി. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെയുള്ള കുട്ടികളെ പോലെ ആകില്ല എങ്കിലും ഇത് കുട്ടികളിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുട്ടികളുടെ പഠന നിലവാരം കൂട്ടുന്നു, ബുദ്ധി വളർച്ചയും ബുദ്ധി വികാസവും കൂട്ടുന്നു, അവരുടെ കോൺസെൻട്രേറ്റ് ചെയ്യുവാനുള്ള കഴിവ് വർദ്ധിക്കുന്നു. കുട്ടികൾ കൂടുതൽ ഫോക്കസ്ഡ് ആകുന്നു, അവർ കൂടുതൽ കമ്മ്യൂണിക്കേറ്റീവ് ആകുന്നു. കുട്ടികളെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കുന്നു ഈ പ്രോസസ്സ്. കുട്ടികളുടെ ഗ്രാസ്പ് ചെയ്യുവാനുള്ള കഴിവ് ഇത് ഉയർത്തുന്നുണ്ട്. കുട്ടികളുടെ പേഴ്സണാലിറ്റി തന്നെ ഇത് മാറ്റി മറിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കുട്ടികൾക്ക് ഈ പ്രോഗ്രാം തീർച്ചയായും ഉപകാരപ്രദം ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളെല്ലാവരും തന്നെ ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിരുന്നവരാണ് ഏതെങ്കിലുമൊക്കെ സമയത്ത്. ഇൻഡ്യൂഷനെ ഗുരു ശ്രീ രവിശങ്കറിൻ്റെ തന്നെ വാക്കുകളിൽ നിർവചിച്ചാൽ, റീസണിങ് അല്ലെങ്കിൽ ലോജിക്കൽ അനാലിസിസ് ഇല്ലാതെ തന്നെ ഒന്നിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും അറിയുവാനും കഴിയുന്ന നമ്മുടെയൊക്കെ ആ കഴിവാണ് ഇൻഡ്യൂഷൻ. എന്തൊക്കെയാണ് ഇൻഡ്യൂഷൻ കുട്ടികൾക്ക് നൽകുന്നത്? ഇംപ്രൂവ്ഡ് ലേണിംഗ് എബിലിറ്റി, പഠിക്കുവാനുള്ള കഴിവ്
വർദ്ധിപ്പിക്കുന്നു. ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കാനുള്ള കഴിവ് കൂട്ടുന്നു. ഹൈറ്റൻഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നൊവേഷൻ, കുട്ടികളിൽ സർഗാത്മകതയും സൃഷ്ടിപരതയും അത് ഉയർത്തുന്നു. എൻഹാൻസ്ഡ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള കഴിവ് വർദ്ധിക്കുന്നു. ബെറ്റർ ഫോർസൈറ്റ്, ദീർഘവീക്ഷണം കൂട്ടുന്നു. സ്ട്രോങ്ങർ കോൺഫിഡൻസ്, വർദ്ധിച്ച ആത്മവിശ്വാസം. ബെറ്റർ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, പരസ്പര ബന്ധത്തിനുള്ള കഴിവുകൾ വർദ്ധിക്കുന്നു. ലെസ് ഫിയർ ഓഫ് ദ അൺനോൺ, അകാരണമായ ഭയം കുറയ്ക്കുന്നു. എങ്ങനെയാണ് കുട്ടികളിൽ ഈ പ്രോഗ്രാം ഇൻഡ്യൂഷൻ ഡെവലപ്പ് ചെയ്യുവാൻ സഹായിക്കുന്നത്? യോഗവിദ്യകളിലൂടെ മനസ്സിനെ റിലാക്സ് ചെയ്ത് ഇൻഡ്യൂഷൻ ആക്സസ് ചെയ്യുന്നു. പ്രായത്തിന് അനുയോജ്യമായ ശ്വസനക്രിയകൾ, ഗൈഡ് മെഡിറ്റേഷനോടൊപ്പം റിലാക്സേഷൻ ടെക്നിക്സും കളികളിലൂടെയുള്ള രസകരമായ പഠനം, ഇൻഡ്യൂഷൻ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യേണ്ടുന്നതിനെ സംബന്ധിക്കുന്ന നിർദ്ദേശങ്ങൾ. നമ്മളെപ്പോലെ പ്രായമായവർക്കും ഇത് സാധിക്കുമോ? സാധിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ, മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു. ഈ ഒരു അവസ്ഥ നമ്മുടെ ഉൾവിളികളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. അതുവഴി ഒരാളുടെ ഇൻറ്റ്യൂറ്റീവ് സൂചനകൾ അയാൾക്ക് കിട്ടുന്നു. ജേർണലിംഗ് എന്നൊരു സംഗതിയുണ്ട്. പ്രത്യേകിച്ചും സ്വപ്നങ്ങൾ. നിങ്ങളുടെ ബെഡിനോട് ചേർന്ന് തന്നെ ഒരു ജേർണൽ വെക്കുക. ഉറക്കമുണർന്നാൽ ഉടൻ തന്നെ അന്ന് കണ്ട സ്വപ്നങ്ങൾ എഴുതി വെക്കുക. പിന്നീടായാൽ അത് മറന്നുപോകും. നിങ്ങളുടെ തന്നെ സ്വപ്നങ്ങളെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഉൾക്കാഴ്ചകളിലേക്ക് വാതിൽ തുറക്കുന്നതാകും. ഒപ്പം ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള സന്ദേശങ്ങൾ ലഭിക്കുവാനും തുടങ്ങും. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുക. അത് പാട്ടാകാം, ചിത്രരചനയാകാം, കഥ എഴുതുന്നതാകാം. മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്ന ഇമേജറീസ് എല്ലാം പലപ്പോഴും ഇൻഡ്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സെൻസർഷിപ്പ് ഇല്ലാതെ മനസ്സിൽ തോന്നുന്നതെന്തും എഴുതാം. അത് സൃഷ്ടിപരമായ കഴിവുകളോടൊപ്പം ഇൻഡ്യൂഷൻ ലെവൽ ഉയർത്തുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് പ്രകൃതിയോടൊത്ത് സമയം ചെലവഴിക്കുന്നതും. നിങ്ങളുടെ ഫിസിക്കൽ സെൻസേഷനെ അവഗണിക്കാതിരിക്കുന്നതും നൃത്തം, യോഗ എല്ലാം ഇതിനെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഓൾവേസ് ട്രസ്റ്റ് യുവർ ഗട്ട് എന്നാണ് പറയുന്നത്. പേടിക്കാതെ, ഭയപ്പെടാതെ അതിനെ പിന്തുടരുക. ഒട്ടൊന്ന് ഇല്ലോജിക്കലാണ്, അൺകൺവെൻഷനലാണ് എന്ന് തോന്നിയാലും. ഇനി മുതൽ എല്ലാവർക്കും ഇൻഡ്യൂഷൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.